നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് സ്വപ്നം കാണുന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ പലതരത്തിലുള്ള സ്വപ്നഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂരപ്പനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഗുരുവായൂർ ക്ഷേത്രം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ ചില സ്വപ്നങ്ങളുടെ അർത്ഥം എന്താണ്, അങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വപ്നശാസ്ത്രം ആ പുസ്തകത്തെ കുറിച്ചിട്ടും ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതേപോലെ ഒരു സ്വപ്നം കാണലിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇന്നത്തെ സ്വപ്നത്തിലെ താരം ആനയാണ്. അപ്പൊ ആനേനെ സ്വപ്നം കാണുന്നവർ നിരവധി പേരുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ടായിരിക്കും കാണുക. കൂടുതലും പേടിപ്പെടുത്തുന്നതാ. ആന ആക്രമിക്കാനായിട്ട് വരുന്നതൊക്കെയായിരിക്കും കൂടുതൽ പേരും സ്വപ്നം കാണുക. അപ്പൊ ഞാനും പലരിടത്തും ചോദിക്കുമ്പോൾ അതിൽ കൂടുതൽ പേരും കണ്ടിട്ടുള്ളത് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ടായിരിക്കും. അപ്പൊ അതിൽ ഇപ്പൊ ആന പതുക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകുന്നത് കാണുന്നതൊക്കെ വളരെ വിരളായിരിക്കും. കൂടുതലും ഉത്സവമൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ. ഉത്സവ പറമ്പിലെ ആനയുടെ നമ്മൾ ചിന്തിച്ച് കിടന്നാൽ തന്നെ ചിലപ്പോൾ സ്വപ്നം കാണും. അപ്പൊ ഞാനും ഈ ഇടയ്ക്കൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ഉത്സവമാണ്. ഉത്സവ പറമ്പിൽ ആന ഇടഞ്ഞിട്ടുണ്ട്. എന്നെ ഉപദ്രവിക്കൊന്നും ചെയ്തില്ല. വേറെ ആർക്കൊക്കെ ഉപദ്രവമൊക്കെ ഉണ്ടായി. ഞാൻ അത് രക്ഷപ്പെട്ടു പോന്നു. ഇതേപോലെ ചെറുപ്പത്തിലും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങനെ കുത്താനായിട്ട് വരും, ഓടിപ്പിക്കും. അടുത്തെത്തുമ്പോൾ നമ്മൾ ഞെട്ടി എണീക്കും. അപ്പൊ ആ ഒരു ഓട്ടത്തിന്റെ കിതപ്പൊക്കെ ഈ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ചെറുപ്പത്തിലൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ ആനയുടെ സ്വപ്നം കാണുന്നത്. ഇപ്പോഴും ചെറിയ കുട്ടികൾ ആനയുടെ സ്വപ്നം കാണുകയൊക്കെ ചെയ്യും. അതിൽ മുതിർന്നവരും കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ആനയിലെ പല വിധത്തിലുള്ള സന്ദർഭങ്ങളിലാണ് കാണുക. അപ്പൊ ആനയുടെ കൂടെ പലരും ഉണ്ടായിരിക്കും. നമ്മുടെ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ ആനയുടെ തന്നെ പാപ്പാൻ, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാല്, പ്രധാനമായിട്ടും ആനയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാല് എന്താണ് അതിന്റെ ലക്ഷണം, എന്താണ് അത് അർത്ഥമാക്കുന്നത്, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരം പറയുന്നുണ്ട്. ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം, പിന്നെ കുറച്ച് ഉത്സവ വിശേഷങ്ങളും കൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഭഗവാനെ ദാമോദര ലീലയായിരുന്നു കേട്ടോ ഉച്ചപൂജയ്ക്ക് അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഭഗവാനെ ഉരലിലൊക്കെ കെട്ടിയിട്ടിട്ട്. അപ്പൊ ഇന്നലെ ഒന്ന് കെട്ടിയിടാന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ. കയ്യിൽ വെണ്ണയും ഓടക്കുഴലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഉരലിൽ പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കണേ. നമ്മുടെ ഭഗവാൻ അമ്മാതിരി കുറുമ്പുകളാണ് കാണിക്കണത്. ഇപ്പൊ കലശ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുകയല്ലേ. അപ്പൊ കലശക്കുടങ്ങളൊക്കെ അവിടെയൊക്കെ കമിഴ്ത്തി വെച്ചിട്ടായിരിക്കും. അതിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ചാടുക, അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക. അങ്ങനെ കുഞ്ഞായിട്ടുള്ള ഉണ്ണിയായിട്ടുള്ള ഭഗവാനാണേ. അപ്പൊ ഇങ്ങനെ ഓടി നടക്കുക. അപ്പൊ യശോദാമയ്ക്കാണെങ്കിലോ ഈ കുറുമ്പൊക്കെ കണ്ടിട്ട് ആർക്കും നിയന്ത്രിക്കാനൊന്നും നമ്മുടെ ഭഗവാനെ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഉത്സവമൊക്കെ അടുത്തതോട് കൂടിയിട്ട് കുറച്ചൊരു കുറുമ്പ് കൂടിയിട്ടുണ്ടോ എന്നും കൂടെ ഒരു സംശയമുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലും ചെറിയ കുട്ടികൾ അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എന്നും കാണാത്ത ഒരു ഉത്സാഹവും ഒരു ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒപ്പം. അപ്പൊ അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ചാടുക, ഇവരത് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് വലിയ പാടായിരിക്കും. അതേപോലെ തന്നെയാണ് ഉത്സവ ചടങ്ങുകളൊക്കെ അടുത്തപ്പോൾ നമ്മുടെ ഭഗവാനും ഇത്തിരി കുറുമ്പ് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ കൂടിയിട്ട് അവസാനം യശോദാമ്മ പിടിച്ചിട്ട് അങ്ങടാ കെട്ടിയിട്ടു. അപ്പൊ വിളിച്ചാലൊന്ന് വരുമോ, കെട്ടിയിടാനാണ് ഭഗവാനെ വിളിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭഗവാൻ ഓടിപ്പോകല്ലേ ചെയ്യാ. അപ്പൊ യശോദാമ്മ എന്ത് ചെയ്തു, കുറച്ച് വെണ്ണ എടുത്തിട്ട് വെണ്ണ തരാൻ ഉണ്ണി എന്നിട്ട് പറഞ്ഞ ഉടനെ ഭഗവാൻ ഓടി വന്നു. അപ്പൊ ഈ ഉടക്കുള്ളിൽ കയ്യിൽ പിടിച്ചിട്ടാണ് ഓടി വരുന്നത്. അപ്പൊ വെണ്ണയും വാങ്ങിച്ച ഉടനെ യശോദാമ്മ ഒറ്റപ്പിടുത്തിട്ടു നമ്മുടെ ഭഗവാന്. എന്നിട്ട് ഉരുളി പിടിച്ചങ്ങടാ കെട്ടിയിട്ടു. അപ്പൊ കുറച്ച് സമാധാനമായി. ഇനി കുറച്ചു നേരം അവിടെ ഒതുങ്ങിയിരിക്കൂലോ. നമ്മുടെ ഭഗവാൻ അറിയാം കുറുമ്പ് കൂടിയിട്ട് സ്നേഹമില്ലാണ്ട് കെട്ടിയിട്ടതൊന്നും അല്ല യശോദാമ്മന്ന്. എന്നാലും അത് കാണുന്നവർക്ക് ഒരു സന്തോഷം. കാരണം ഉണ്ണിക്കണ്ണന്റെ കുസൃതി ഇങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണുകയല്ലേ. അപ്പൊ അത് കാണുന്നവർക്കും ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടും കൂടിയിട്ടാണ് ഇന്നലെ ദാമോദര ലീലയായിട്ട് ഭഗവാൻ ശ്രീലകത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഭഗവാൻ ഉരലിലൊക്കെ കെട്ടിയിടുന്ന സമയത്തെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒപ്പം നമ്മുടെ അടുത്തും പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഭഗവാനെ ഉരലിലെ കെട്ടിയിട്ടതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലെ ഭഗവാനെ ഇങ്ങോട്ട് കെട്ടിയിടുക. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലെ ബന്ധനസ്ഥനാണ് ഞാൻ എന്ന്. അപ്പൊ നമ്മുടെ ഭഗവാന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്രത്തോളം നിഷ്കളങ്കമായിട്ട് ഭഗവാനെ വിളിക്കുന്നുണ്ടോ, എത്രത്തോളം ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുന്നുണ്ടോ. നമ്മൾ കെട്ടിയിടാതെ തന്നെ ഭഗവാൻ തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ബന്ധനസ്ഥനാകും. അവിടെ വസിക്കും നമ്മുടെ ഭഗവാൻ. അങ്ങനെ തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെയും ഹൃദയത്തിലെ സ്നേഹമാകുന്ന പാശം കൊണ്ട് ഭഗവാനെ കെട്ടിയിടുക.
പിന്നെ ഇങ്ങോട്ടും പോകില്ല. എന്ത് സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ദാമോദര ലീലയെ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് നമ്മുടെ സ്വപ്നത്തിൻ്റെ ലക്ഷണത്തിലേക്ക് കടക്കാട്ടോ. ആന ഓടിക്കുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഭക്തയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫോൺ കേടായത് കൊണ്ട് അത് മിസ്സായിപ്പോയി ആരാ ചോദിച്ചെന്നുള്ളത്. അപ്പോൾ ആന ഓടിക്കുന്ന സ്വപ്നമാണെങ്കിലും ഈ ആനേനെ പൊതുവെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറയാറുള്ളത് കേട്ടോ. ദോഷമൊന്നുമില്ല. അപ്പോൾ എന്താണ് പറയാറുള്ളത് എന്നറിയോ? ഇപ്പോൾ ഗണപതിക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ വല്ല തേങ്ങ മുട്ടാനോ അല്ലെങ്കിൽ അപ്പം ഷീട്ടാക്കാനോ ഒക്കെ മറന്നു പോയിട്ടുണ്ടാകുന്നതാണ് പറയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഗണപതിക്ക് എന്തെങ്കിലും വഴിപാടുകൾ നമ്മൾ മറന്നിട്ടുണ്ടോ, നമ്മൾ നേർന്ന് കഴിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അത് പോയിട്ട് ചെയ്യുക. പൊതുവെ അങ്ങനെയാണ് പറയുക. ഇപ്പോൾ ആനേനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ആന ആക്രമിക്കുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല, സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിയൊക്കെ എണീക്കും. അവ കിതപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ എന്തെങ്കിലും കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ ഗണപതിക്ക് എന്നുള്ളത്. എന്നിട്ട് അത് ചെയ്യാം. ഇപ്പോൾ ഒരു സ്വപ്നമൊക്കെ ഒരു ദിവസം ഒന്നും കണ്ടതുകൊണ്ടൊന്നും കുഴപ്പമില്ല. സ്വപ്നമൊക്കെ സാധാരണ പല തരത്തിൽ പലരും കാണുന്നതാ. എന്നാൽ ഇങ്ങനെ അടുപ്പിച്ചിട്ടൊക്കെ കാണില്ലേ? ഇപ്പോൾ ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ കാണുന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പിന്നെയും ആവർത്തിച്ച് കാണുക, ആനയുടെ സ്വപ്നങ്ങൾ കാണുക. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു നാളികേരം ഉടയ്ക്കുക ഗണപതിക്ക് പോയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഗണപതിക്കാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്യാൻ മറന്നു പോയിട്ടില്ല, നമ്മളൊന്നും നേർന്നിട്ടില്ലെങ്കിൽ കൂടെ ഗണപതിക്ക് പോയിട്ട് ഒരു വഴിപാട് ചെയ്യാം. ഇപ്പോൾ നാളികേരം ഉടയ്ക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. ജനറലി ആനേനെ സ്വപ്നം കണ്ട് കഴിഞ്ഞാൽ അത് ആക്രമിക്കുന്നതാണ് എന്താണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയാണ് പറയാറുള്ളത്. പിന്നെ ആനയുടെ ഒപ്പം ഈ പാപ്പാൻ, തോട്ടി, അതായത് ആന ഉണ്ടാവും, ആനയുടെ പാപ്പാനും തോട്ടിയാണല്ലോ ആനേനെ മെരുക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ടാണ് സ്വപ്നം കാണുന്നതെന്ന് വെച്ചാൽ അത് നന്നല്ല എന്ന് പറയാറുണ്ട്. ഇത് ആനയുടെ ഒപ്പം പാപ്പാനും കൂടെ കാണുകയാണെങ്കിൽ ഈ തോട്ടിയും പിടിച്ചിട്ട്. പക്ഷെ അതിൻ്റെ കാരണം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഈ ഒരു കാര്യത്തിൻ്റെ കാരണം എനിക്കറിയില്ല. പിന്നെ ആനയുടെ പുറത്ത് ഇപ്പോൾ ശീവേലിയാണ് സ്വപ്നം കാണുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും ശീവേലിനെ കുറിച്ചിട്ട് ശീവേലി കാണുന്നവർ, ശീവേലി കണ്ടു തൊഴുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഇതെന്നെ സ്വപ്നത്തിൽ കാണണമെന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അപ്പോൾ വളരെ നല്ലതാണെന്നാ പറയുക. കാരണം ആനയുടെ പുറത്ത് ആരായിരിക്കണത്? ഭഗവാനിരിക്കണത്. ആനപ്പുറത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഭഗവാനെയല്ലേ നമ്മൾ സ്വപ്നം കാണുന്നത്, ഭഗവാന്റെ ശീവേലിയല്ലേ സ്വപ്നം കാണുന്നത്. അപ്പം അങ്ങനത്തെ സ്വപ്നമാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, അത് നല്ലൊരു സ്വപ്നമാണ്. ഭഗവാനെ സ്വപ്നം കാണുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷിക്കുക, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ഭഗവാനെ വന്നൊന്ന് കാണുക, ശിവേലിയിലൊക്കെ ഒന്ന് പങ്കെടുക്കുക. അപ്പം അതൊക്കെ ആയിരിക്കാം ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ ഈ 3 തരത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ആക്രമിക്കുന്ന സ്വപ്നങ്ങൾ ഏത് കാണുകയാണെങ്കിലും ഗണപതിക്കാണ് കൊടുക്കേണ്ടത്. തോട്ടിയും ആനപ്പാപ്പാനുമായിട്ടാണ് കാണണമെങ്കിൽ അത് നന്നല്ല എന്ന് പറയും. പക്ഷെ അതിൻ്റെ കാരണം എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ശിവേലി സ്വപ്നം കാണുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയാറുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഉത്സവ വിശേഷങ്ങൾ പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവാന്റെ പള്ളി ഉണർത്തൽ വരെയാണ്. അത് പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഭഗവാൻ കിടന്നുറങ്ങിയിട്ട് പിന്നെ പിറ്റേ ദിവസം പശുക്കുട്ടിയുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് ഭഗവാൻ ഉണരൂലോ. അത് കഴിഞ്ഞിട്ട് അത്രയും നേരമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ പന്തീരടി പൂജയാണെന്ന് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 10ാമത്തെ ദിവസമാണ് കേട്ടോ ഇത് നടക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഭഗവാൻ നഗരപ്രദക്ഷിണത്തിന് ഇറങ്ങും. 2 ദിവസം നഗരപ്രദക്ഷിണം ഉണ്ട്. ഒന്ന് പള്ളിവേട്ടയുടെ അന്നും പിന്നെ ഒന്ന് 10ാമത്തെ ദിവസം ആറാട്ടിൻ്റെ അന്നും ഉണ്ട്. അപ്പോൾ ഭഗവാനാണെങ്കിലോ ഈ വൈകിട്ട് 5 മണി മുതൽ പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ കിഴക്കേ നടയിൽ എഴുന്നള്ളിച്ച് വെക്കും. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ദീപാരാധന എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 ദിവസങ്ങളിലെ കീശാന്തിമാരാണ് ദീപാരാധന ചെയ്യുക. എന്നിട്ടാണ് ഭഗവാൻ ആനപ്പുറത്ത് കയറിയിട്ട് നഗരപ്രദക്ഷിണത്തിനായിട്ട് എഴുന്നള്ളുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാനെ ആറാട്ടിനെ മഞ്ഞളൊക്കെ തേച്ചിട്ടാണ് കുളിക്കുക. അപ്പോൾ അതിനുള്ള ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ തയ്യാറാക്കിയിട്ട് ഈ ആദ്യം ആനപ്പുറത്ത് കയറുന്ന ഉണ്ണിയാണ് ആ പൊടിയൊക്കെ കൈ പിടിച്ചിട്ട് കയറുക. അപ്പോൾ അതും പിടിച്ചുകൊണ്ടാണ് പോവുക. അപ്പോൾ ഈ മഞ്ഞൾ തയ്യാറാക്കുന്നത് പച്ച മഞ്ഞൾ കൊണ്ടുവന്നിട്ട് ഇടിക്കും. വാര്യന്മാരാണ് അതൊക്കെ ചെയ്യുക കേട്ടോ. അതിൽ സ്വർണ്ണത്തരിയൊക്കെ ഇട്ടിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് അത് പൊടിയാക്കിയിട്ട് ആനപ്പുറത്ത് കയറുന്ന സമയത്ത് കേശാന്തിമാരാണല്ലോ കയറുക. ആദ്യം കയറുന്ന ഉണ്ണിയാണ് ഈ പൊടിയൊക്കെ ആയിട്ട് കയറിയിട്ടിരിക്കുക. എന്നിട്ടാണ് ഭഗവാന്റെ നഗരപ്രദക്ഷിണം. അപ്പോൾ ഈ ആറാട്ടിൻ്റെ അന്ന് പഞ്ചലോഹത്തിടമ്പാണ് എഴുന്നള്ളിക്കുക കേട്ടോ ഭഗവാന്റെ.
അപ്പോൾ ആ ഒരു പ്രത്യേകത, ഈ പഞ്ചലോഹത്തിടമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള ആ ഒരു വിഗ്രഹത്തിലുള്ള അതേ ചൈതന്യം തന്നെയായിരിക്കും ഈ ഒരു പഞ്ചലോഹത്തിടമ്പിനും ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ അകത്ത് കയറിയിട്ട്, നാലമ്പലത്തിന് അകത്ത് കയറിയിട്ട് ഭഗവാനെ തൊഴുന്ന ആ ഒരു പ്രതീതി ഉണ്ടല്ലോ, അതേ പ്രതീതിയാണ് നഗരപ്രദക്ഷിണത്തിന് ഇറങ്ങുമ്പോൾ തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. അതേ ചൈതന്യം തന്നെയാണ് ഭഗവാന്റെ ആ ഒരു പഞ്ചലോഹത്തിടമ്പിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നഗരപ്രദക്ഷിണത്തിന് ഇറങ്ങുമ്പോൾ അത് കണ്ടു തൊഴുന്നത് വളരെ വിശേഷമാണെന്ന് പറയും. എത്ര പേരാണെന്നറിയോ, എത്ര ഭക്തരാണെന്നറിയോ തടിച്ചു കൂടിയിട്ടുണ്ടായിരിക്കുക ഭഗവാന്റെ ആ ഒരു രാജകീയമായിട്ടുള്ള ആ ഒരു എഴുന്നള്ളിപ്പ് കാണാനായിട്ട്. അതൊന്ന് കണ്ട് തൊഴാനായിട്ട്, ചിലപ്പോൾ തൊഴാനൊന്നും സാധിക്കില്ല, കണ്ണൊക്കെ നിറയും. അത്രയും എന്താ പറയുക, എല്ലാവരും സന്തോഷം കൊണ്ട് ഭഗവാനെ അടുത്ത് കാണുന്ന ഒരു നിമിഷമൊക്കെ ശരിക്കും ആസ്വദിച്ച് അല്ലെങ്കിൽ ഭക്തി നിർഭരമായിട്ട് ചിലവഴിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഭഗവാന്റെ ഈ പുറത്തേക്കുള്ള ആ ഒരു എഴുന്നള്ളിപ്പ്, അതായത് നഗരപ്രദക്ഷിണത്തിനായിട്ട് ഭഗവാൻ എഴുന്നള്ളുന്നത്. അപ്പോൾ ഈ തിടമ്പ് ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് ഈ ആനപ്പുറത്ത് കയറ്റുമ്പോൾ ആനയും ഒന്ന് ശുദ്ധീകരിക്കൂട്ടോ തെളിച്ചിട്ട്. അതുപോലെ തന്നെ കിശന്തിയാണല്ലോ ഇത് പിടിക്കുക, അപ്പോൾ അദ്ദേഹത്തിനും കയ്യിൽ കൊടുക്കും. എന്നിട്ട് അത് ശുദ്ധിയോട് കൂടി വേണം എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഉത്തരവാദിത്വം ഉണ്ട്, അപ്പം അതും കൂടെ അവിടെ വെച്ച് പറയും. അപ്പം അങ്ങനെയൊക്കെ വളരെ ചിട്ടയോട് കൂടിയിട്ടൊക്കെ നടത്തുന്ന ചടങ്ങുകളാണ്. അപ്പം അങ്ങനെയാണ് ഭഗവാൻ നഗരപ്രദക്ഷിണത്തിനായിട്ട് ഈ 10ാമത്തെ ദിവസം എഴുന്നള്ളുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എഴുന്നള്ളുന്ന സമയത്ത് പറയൊക്കെ വെച്ചിട്ടാണ് ഭക്തജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ, പറ വെച്ചിട്ട് തന്നെയാണ് ഈ നഗരപ്രദക്ഷിണം 2ാമത്തെ തവണ ഇറങ്ങുമ്പോഴും സ്വീകരിക്കുക ഭഗവാനെ. നമ്മൾ ഭഗവതി അമ്മയുടെ താലപ്പൊലിയുടെ അന്ന് ഭഗവതിനെ സ്വീകരിച്ചില്ലേ പലതരത്തിലുള്ള പറകളൊക്കെ വെച്ചിട്ട്, അതേപോലെ തന്നെയാണ് ഗുരുവായൂരപ്പനെയും സ്വീകരിക്കുക. അപ്പം നിറയെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അതാ കിഴക്കേ നടയിലും പടിഞ്ഞാറ് നടയിലൊക്കെയുള്ള കടകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ അവരുടെ കടകളിൽ മുന്നിലായിട്ട് വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് ചിരാതകളും അതൊക്കെ നിറയെ ഇങ്ങനെ കത്തിച്ച് വെക്കും. എന്നിട്ട് പറയൊക്കെ വെച്ചിട്ട് ഭഗവാനെ സ്വീകരിക്കും. പലതരത്തിലുള്ള പറകൾ, ഇപ്പോൾ അരി, നെല്ല്, പൂവ് അങ്ങനെയുള്ള പറകൾ ഉണ്ടായിരിക്കും. നെല്ലൊക്കെയാണ് കൂടുതൽ പേരും വെച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ നാണയപ്പറ വയ്ക്കും, ഉണ്ണിയപ്പം കൊണ്ടുള്ള പറ വയ്ക്കും, പഴം, അങ്ങനെ പലതരത്തിലുള്ള പറകളാണ് വെക്കുക. മഞ്ഞൾപ്പൊടിപ്പറ അങ്ങനെ സാധാരണ വെക്കാറുള്ളൂ, മഞ്ഞളും കുങ്കുമൊക്കെ ഭഗവതിക്കാണ് വെക്കാറുള്ളത്. അതുകൂടാതെ പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ഗുരുവായൂരപ്പനെ പറ വെച്ചിട്ട് ഭക്തജനങ്ങൾ സ്വീകരിക്കും. അപ്പോൾ അത് ഈ 2 ദിവസങ്ങളിലായിട്ടാണ്, പള്ളിവേട്ടയുടെ അന്നും ആറാട്ടിൻ്റെ അന്നുമാണ് ഈ 2 ചടങ്ങുകൾ ഉള്ളത് കേട്ടോ. അങ്ങനെ ഭഗവാന്റെ ആ ഒരു പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ കുളപ്രദക്ഷിണമായിട്ട് വന്നിട്ട് പഞ്ചവാദ്യത്തോട് കൂടിയിട്ടാണ് വരിക കേട്ടോ. ആ നാരായണാലയത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പഞ്ചവാദ്യം നിർത്തിയിട്ട് മേളം തുടങ്ങും. പിന്നെ ഒരു 4 അടി കൂടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലാണ് ആ വടക്ക് നാരായണാലയം എല്ലാവർക്കും അറിയാലോ, വടക്ക് ഭാഗത്തായിട്ടാണ്, കുളത്തിൻ്റെ ഭാഗത്തായിട്ട്. അവിടെ കുറച്ചുകൂടി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കരിങ്കല്ലത്താണി കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും, ഒരു മാവൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ പ്രസാദകൂട്ടിൻ്റെ ക്യൂ നിൽക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു മാവുള്ളത്, വടക്കേ ഭാഗത്തായിട്ട്. അപ്പം അതിൻ്റെ അടുത്തൊരു കരിങ്കൽ അത്താണിയും കൂടി ഉണ്ട്. അവിടെ എത്തുന്ന സമയത്ത് മേളം നിർത്തും, എന്നിട്ട് മാരാര് ശംഖൂതും. അപ്പോൾ അവിടെ ഒരു പട്ടരുണ്ട് കേട്ടോ, അവരുടെ കുടുംബക്കാർ വന്നിട്ട് സങ്കടമൊന്നുമില്ല എന്ന് പറയണം. അതിനൊരു കഥയല്ല കേട്ടോ, അത് നടന്നൊരു സംഭവമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാലേ, മുൻപ് ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് ഗുരുവായൂരപ്പനൊരു കാര്യസ്ഥനുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞാൽ നെല്ലൊക്കെ പാട്ടത്തിന് കൊടുക്കുന്ന ഒരു സമ്പ്രദായം. ഉത്സവമൊക്കെ കഴിഞ്ഞാൽ നെല്ലാണ് അളന്നിട്ടൊക്കെ കൊടുക്കുക. അപ്പം ഇദ്ദേഹമാണെങ്കിലോ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു കാര്യസ്ഥനായിരുന്നു കേട്ടോ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോട് കൂടിയിട്ട് എല്ലാം നോക്കി നടത്തുന്ന ഒരാളായിരുന്നു ഈ പട്ടര്. അപ്പോൾ ഇദ്ദേഹത്തിന് ആർക്കും വലിയ താല്പര്യം തോന്നിയില്ല, കാരണം കുറച്ച് അദ്ദേഹം എല്ലാം ചിട്ടയോട് കൂടി ചെയ്യുന്ന ആളാണ് കേട്ടോ. പക്ഷെ അതൊന്നും മറ്റുള്ളവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അവരെന്താ ചെയ്യുന്നറിയോ, എല്ലാവരും കൂടിയിട്ട് ഇദ്ദേഹത്തെ കൊന്നു. ഇദ്ദേഹം മരണപ്പെട്ടു. അത് ഈ ആറാട്ടിൻ്റെ ദിവസമാണ്. അപ്പോൾ ഈ എഴുന്നള്ളിപ്പ് ഇവിടെ എത്തിയ സമയത്ത് ആന മുന്നോട്ട് നീങ്ങണില്ല. കൊട്ടുന്നവർക്കും കൊഴിലൂതുന്നവർക്കും കൊമ്പൂതുന്നവർക്കും എല്ലാവർക്കും ഇങ്ങനെ കണ്ണു നിറയുക, ആനയുടെ കണ്ണു നിറയുക, ആനപ്പുറത്തിരിക്കുന്നവരുടെ കണ്ണു നിറയുക. എന്തോ ഒരു തടസ്സം അല്ലെങ്കിൽ എന്തോ ഒരു സങ്കടം എല്ലാവർക്കും വന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയണമില്ല. അപ്പോൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇദ്ദേഹം മരണപ്പെട്ട ഒരു വിവരം അതുവരെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കൂടി നിന്ന ഒരു മഹാത്മാവ് പറയാണ്, ഭഗവാനെ ഇഷ്ടപ്പെട്ട ആർക്കോ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞവർ വിവരങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചത് എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അത് തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് അവർക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു എഴുന്നള്ളിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്നാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പത്നി ബ്രാഹ്മണിയമ്മ ഉണ്ട്, മക്കളുണ്ട്. അവരൊക്കെ അത്രയും സങ്കടപ്പെട്ടിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അവർക്ക് എന്താ പറയാൻ പറ്റുക, സങ്കടമില്ല എന്ന് അവർക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു, അവർക്കുള്ള എല്ലാതും
കൊടുക്കണമെന്ന്, അതായത് അവരുടെ ആവശ്യങ്ങൾക്കുള്ള അവരുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ തന്നെ നിറവേറ്റും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് ഭഗവാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണ് പലരും വാക്കുകൾ പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. ഭഗവാൻ അങ്ങനെയല്ല കേട്ടോ. ഭഗവാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും മുടങ്ങാതെ നടക്കുന്ന ആ ഒരു ചടങ്ങാണത്. അതായത് അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് സങ്കടമൊന്നുമില്ല എന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ച് ബോധിപ്പിച്ചാൽ മാത്രമേ അവിടെ നിന്ന് എഴുന്നള്ളിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പം അതിനുവേണ്ടി ആദ്യം ആരാര് ശംഖൂതും മേളം നിർത്തിയിട്ട്, എന്നിട്ട് ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേളം തുടങ്ങിയിട്ട് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് അങ്ങനെ കൊണ്ടുപോകുക. അങ്ങനെ ഭഗവാൻ പ്രദക്ഷിണമായിട്ട് വന്ന് ഭഗവതി അമ്പലത്തിൻ്റെ അത് കൂടെയാണ് കേട്ടോ ആറാട്ട് കടവിലേക്ക് പോകുക. അവിടെ പോയി കഴിഞ്ഞിട്ട് ഭഗവാനെ മഞ്ഞൾ തേച്ചുള്ള കുളിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ആറാട്ട് കടവിൽ അല്ലെങ്കിൽ ആറാട്ടിൻ്റെ സമയത്ത് ഭക്തജനങ്ങൾക്കും കൂടെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അവിടെ 2 ലൈറ്റ് സംവിധാനങ്ങളുണ്ട് കേട്ടോ. അതിൽ പച്ച ലൈറ്റ് കത്തുന്ന സമയത്ത് വേണം ഭക്തജനങ്ങൾ ഇറങ്ങാനായിട്ട്, അല്ലാത്ത ചുവപ്പ് ലൈറ്റ് കത്തുന്ന സമയത്ത് ഇറങ്ങാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെയും കൂടി ഉണ്ട്. പിന്നെ അതേ സമയത്ത് തന്നെ ഇത് ആറാട്ടിൻ്റെ ആ ഒരു ചടങ്ങിൽ തന്നെ ഭഗവാന് ഇളനീര് കൊണ്ട് അഭിഷേകമുണ്ട്. അത് കിട്ടയുടെ ഇളനീര് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. അത് കിട്ടയുടെ കുടുംബക്കാരുടെ അവകാശമാണ് ആ ഒരു ഇളനീര് കൊണ്ടുവരിക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട കഥ ഞാൻ മുൻപൊരിക്കൽ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഒന്ന് അനുസ്മരിക്കാം കേട്ടോ. ഭഗവാൻ തന്നെ കിട്ടയ്ക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് ആറാട്ടിനെ ഈ ഇളനീര് കൊണ്ടുവന്നിട്ട് സമർപ്പിക്കും. അതെങ്ങനെയാണെന്നറിയോ? ഇത് വളരെ പണ്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്, കഥയല്ല കേട്ടോ, യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അന്ന് ഈ ജന്മിത്ത സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു. ഈ കുടിയാന്മാര്, അതായത് ചില സമുദായങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നമ്മുടെ ഈ മഞ്ജുലാലുണ്ടല്ലോ, അവിടം വരെ പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സമുദായത്തിൽ പെട്ട ആളായിരുന്നു ഈ കിട്ട എന്ന് പറയുന്നത്. അവർ സാമ്പത്തികമായി തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന, അന്നത്തെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി തന്നെ മനസ്സിലാകും. പണിയെടുക്കുന്ന കുറച്ച് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും, ജന്മിമാരായിട്ടുള്ള കുറച്ച് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ കിട്ട ഈ ഇങ്ങനെയുള്ള ഒരു സമുദായത്തിൽ പെട്ട ആളായിരുന്നു. പക്ഷെ ഭഗവാന്റെ നല്ലൊരു ഭക്തനും കൂടിയാണ് കേട്ടോ അദ്ദേഹം. ഒരു ദിവസം ഈ തമ്പുരാമ്പടി, ആ ഭാഗത്തായിട്ടാണ് അവരുടെ കുടുംബം, തമ്പുരാമ്പടിക്കാരാണ് അവർ. അങ്ങനെ ഭഗവാൻ ഒരു ദിവസം കിട്ടയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഭഗവാനാണെങ്കിലും നന്നായിട്ട് ദാഹിക്കുന്നുണ്ടേ. ഒരു ബ്രാഹ്മണക്കുട്ടിയുടെ ഒരു വേഷത്തിലാണ് പോകുന്നതും. അപ്പോൾ കിട്ടയുടെ അടുത്ത് പോയിട്ട് ദാഹിക്കേണ്ടതെന്ന് പറഞ്ഞു. കിട്ടയാണെങ്കിലോ നോക്കിയപ്പോൾ ആ രൂപവും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതൊരു തമ്പുരാൻകുട്ടിയാണെന്ന് പറയും. അപ്പോൾ ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളമല്ലേ കൊടുക്കുക. പക്ഷെ അവർക്ക് അങ്ങനെ വെള്ളമൊന്നും കൊടുക്കാനുള്ള ഒരു അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ പാലൊഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മോരൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് ശുദ്ധാവും. അവർക്കത് അറിയാം, അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് അങ്ങനെ അറിയാം. അപ്പോൾ കിട്ട എന്താ ചെയ്തെന്നറിയോ? കിട്ടയുടെ മുറ്റത്ത് ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് ഒരു ഇളനീരിട്ടു. അതായത് കിട്ടയ്ക്ക് അതൊക്കെ കയറാൻ അറിയാം, അതൊക്കെ അവരുടെ തൊഴിൽ അങ്ങനെയാണ്. അങ്ങനെ ഇളനീരിട്ടിട്ട് അത് ഭഗവാന് കൊണ്ടുവന്നിട്ട് കുടിക്കാനായിട്ട് കൊടുത്തു. ഭഗവാൻ അത് കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ എൻ്റെ ആറാട്ടാണ്, ആറാട്ട് കടവിലേക്ക് എത്തിച്ചോളൂ ഇളനീര് എന്നും കൂടെ ഈ കിട്ടയുടെ അടുത്ത് പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് പോയി. കിട്ടയ്ക്ക് പക്ഷേ മനസ്സിലായില്ല കേട്ടോ ഇത് വന്നത് ഭഗവാനാണെന്നൊന്നും മനസ്സിലായില്ല. എന്നാലും പറഞ്ഞതല്ലേ, ഒരു തമ്പുരാൻകുട്ടിയല്ലേ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് കിട്ട ഇളനീരുമായിട്ട് ഗുരുവായൂർക്ക് വന്നു. അത് ഗുരുവായൂർന്ന് ഉദ്ദേശിക്കുന്നത് ആ മഞ്ജുലാലിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിട്ട് കാത്തു നിന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഭഗവാൻ എന്താ ചെയ്തതെന്നറിയോ? മേൽശാന്തിക്ക് സ്വപ്നത്തിൽ ഈ ഒരു സംഭവം, ഈ ഒരു കാര്യം പറയുകയും ചെയ്തു. കിട്ട എന്ന് പറഞ്ഞിട്ടൊരാളവിടെ ഇളനീരായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങിയിട്ട് വേണം എനിക്ക് ആറാട്ടിന് ഇളനീര് കൊണ്ട് അഭിഷേകം നടത്താനായിട്ടെന്ന് ഈ മേൽശാന്തിയുടെ അടുത്തും പറഞ്ഞു. അപ്പം എല്ലാവരും കൂടെ ഏത് മേൽശാന്തിയും അങ്ങനെ എന്താ പറയുക, അധികാരികൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കുമ്പോൾ കിട്ട ഇവിടെ ഇളനീരായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് സ്വീകരിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ വന്നത് സാക്ഷാൽ ഭഗവാനായിരുന്നു എന്ന്. എന്നിട്ട് ആ കൊണ്ടുവന്ന ഇളനീർ കൊണ്ടാണ് ഭഗവാനെ ഈ ആറാട്ട് കടവിൽ വെച്ചിട്ട് ഇളനീര് അഭിഷേകം നടത്തുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കഥയല്ല, ഒരു സംഭവം കൂടെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇളനീര് കൊണ്ടുവരാനുള്ള അവകാശം കിട്ടയുടെ കുടുംബാംഗങ്ങൾക്കാണ്. അപ്പോൾ കിട്ടയുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല കേട്ടോ, അല്ലാതെയും ഇളനീരുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നേ ദിവസം എത്താറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇളനീര് കൊണ്ടുവരാനുള്ള അവകാശം, അതേപോലെ തന്നെ ഇപ്പോൾ കൊടിയേറ്റത്തിനാണെങ്കിലും ആ കയറ് കൊണ്ടുവരാൻ, കൊടിക്കൂറ കൊണ്ടുവരാൻ, അങ്ങനെ പലതരത്തിലുള്ള അവകാശങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ട്.
ഇപ്പം ഞാൻ പറഞ്ഞില്ലേ താലപ്പൊലിക്ക് താലം പിടിക്കാനുള്ള അവകാശം, അത് നമ്മുടെ ഉരൽപ്പുരയിൽ അമ്മമാർക്കാണെന്ന്. അതേപോലെ തന്നെ കത്തി കൊണ്ടുവരാനുള്ള അവകാശം, കലം കൊണ്ടുവരാനുള്ള അവകാശം, ആനയോട്ടത്തിൻ്റെ സമയത്ത് ആനയുടെ മുന്നിൽ നടക്കുന്ന മറയമ്പാട്ട് തറവാടുകാർ അവർ അവിടെ നടക്കണം എന്നാണ് ആ ഒരു, അതായത് അവർ ആനയുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ആനയോട്ടത്തിൻ്റെ സമയത്ത് അവരവിടെ ഉണ്ടായിരിക്കണം, അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ ചടങ്ങുകൾക്കും ഓരോ വിശേഷങ്ങൾക്കും ഓരോരോ അധികാരപ്പെട്ടവരുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും അവരുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു കാര്യവും ഒരാളുടെയും അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടോ ഒന്നും മുടങ്ങാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോരോ അവകാശങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ അവകാശങ്ങളെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അന്ന് ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ പറയാം കേട്ടോ. അപ്പം ഇളനീരിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഉത്സവ വിശേഷങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.